ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി മത്തി വരട്ടിയത് അഥവാ മത്തി റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 10 മത്തി ക്ലീൻ ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് ഏത് ടൈപ്പ് മീനിലും ചെയ്യാം കേട്ടോ. മത്തി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ മത്തി റോസ്റ്റ് ആണല്ലോ ചെയ്യണത്, അപ്പോൾ അതുകൊണ്ട് മത്തിയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ 2 സൈഡിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം, കാരണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ മത്തിയും വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ഫൈനായിട്ട് നല്ല തരിയായിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പേസ്റ്റ് ആയാലും മതി കേട്ടോ, പക്ഷേ ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഫൈനായിട്ട് ചതച്ചെടുക്കാം. ഇത് ശരിക്കും 20 ചെറിയ അല്ലിയുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. വെളുത്തുള്ളി ചെറിയ അല്ലിയാണ് കേട്ടോ. ഇതിൽ നിന്ന് നമുക്കൊരു 1.5 ടീസ്പൂൺ, ഏകദേശം പകുതിയോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം, നമുക്കത് പിന്നീട് ചേർക്കാനുള്ളതാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അഥവാ പിരിയമുളകിൻ്റെ പൊടി. നിങ്ങളിപ്പോൾ നോർമൽ മുളക് പൊടി, അധികം കളറില്ലാത്ത നോർമൽ മുളക് പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 ടീസ്പൂൺ ചേർത്താൽ മതിയാകും, കാരണം അതിന് നല്ല എരിവായിരിക്കും. പിന്നെ ഏകദേശം 1/2 ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ മീനിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെയാണ് നിങ്ങൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വെളിയിലെടുത്ത് വെച്ചാൽ മതി, റൂം ടെമ്പറേച്ചർ വെച്ചാൽ മതി. അതല്ല 15 മിനിറ്റിൽ കൂടുതൽ നേരം നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 15 മിനിറ്റ് വെക്കണുള്ളൂ, ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ 15 മിനിറ്റ് മസാല പിടിക്കാൻ വെച്ച ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു കടായിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കടായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് അരപ്പ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബാക്കിയുള്ള അരപ്പും കൂടിയിട്ട് നമുക്ക് മീനിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. അല്പം കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കൊന്ന് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അന്നേരം കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും എല്ലാം കൂടിയിട്ട് ഈ മീനിലേക്ക് പിടിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോക്കിയാൽ മീനിൻ്റെ ഒരു സൈഡും മുരിഞ്ഞു വരും. അന്നേരം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തെ എനിക്ക് ചട്ടി ഭയങ്കര ഡ്രൈ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലാത്ത പോലെ തോന്നിയതുകൊണ്ട് ഞാനൊരു അല്പം വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മീൻ നമുക്ക് ഒരുപാട് അങ്ങോട്ട് മുരിക്കണ്ട, ഒത്തിരി വടി പോലെ ആക്കണ്ട. അതുമാത്രമല്ല ഡാർക്ക് കളറിലാവണ വരെയൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായി വേവണം, ചെറുതായിട്ടൊന്നും മൊരിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നോക്കിയാൽ പാകത്തിന് വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 സൈഡും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പരുവത്തിന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മീനെടുത്ത് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണേ. അപ്പോൾ മത്തി കോരി മാറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്കിത് കാസറോളിലേക്ക് മാറ്റി വയ്ക്കാം, അന്നേരം ചൂടാറാണ്ട് ഇരുന്നോളും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ചാലും മതി. അപ്പോൾ മീൻ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഈ സെയിം പാനിൽ തന്നെയാണ്, ഈ സെയിം കടായിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ട്. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നേരം നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും, 3 എണ്ണത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഗ്രേവി ആ ഒരു മസാലയൊക്കെ അധികം വേണമെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുത്തോളൂ കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഇത്തിരി സമയം എടുത്തിട്ട് സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണ വരെ വഴറ്റണം കേട്ടോ. സവാള നന്നായിട്ട് വഴണ്ട് വന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഈ ഒരു ഗ്രേവിക്ക്. ഇപ്പോൾ നോക്കിയാൽ സവാള നല്ലൊരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം, ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണത്. നോർമൽ മുളക് പൊടിയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ ഒക്കെ ചേർത്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുത്താം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി,
അതായത് ഫെന്നൽ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളകും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചേർക്കാൻ കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് 2-3 ഒക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറണ വരെ തീ കുറച്ച് കൊടുത്തിട്ട് തന്നെ വഴറ്റി കൊടുക്കാം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കിയേ പൊടികളൊക്കെ നന്നായിട്ട് റോസ്റ്റായി ആ ഒരു റോസ് സ്മെല്ല്, ആ ഒരു പച്ചമണമൊക്കെ മാറി മൊരിഞ്ഞു വരും. അന്നേരത്തേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത്രയുമുള്ള ഒരു ചെറിയ തക്കാളിയാണ് ചേർക്കണം കേട്ടോ. കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അന്നേരത്തേക്ക് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും നമുക്ക്. ഇപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ഫുള്ളായിട്ട് ചേർക്കണ്ട കേട്ടോ, പകുതി എടുത്താൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ തക്കാളിയുടെ ടേസ്റ്റ് മുന്നിൽ നിന്നാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഒരു റോസ്റ്റിന്. അപ്പോൾ പകുതി തക്കാളി മതിയാവും വലുതാണെങ്കിൽ. കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കിയാൽ തക്കാളിയും അത് നന്നായിട്ട് വെന്തുടങ്ങിയിട്ട് ഈ മസാലയിൽ ചേരും. അന്നേരത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. പച്ചവെള്ളം ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. ഇത് 250 ml വെള്ളമുണ്ട്, അതായത് 1 കപ്പ് നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ, ടേസ്റ്റ് നോക്കാം. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവാണെന്നാണ് തോന്നിയത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്രേവിയും തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഗ്രേവിയുമായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ മീനിൻ്റെ ഒരു ഫ്ലേവറും കൂടിയിട്ട് ഈ ഗ്രേവിയിലോട്ട് ഇറങ്ങണ്ടേ. ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വല്ലാണ്ട് അങ്ങനെ തവി വെച്ച് മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മീൻ ഉടഞ്ഞു പോവും. പെട്ടെന്ന് ഉടയില്ല, ഫ്രൈ ആയതാണ്. പക്ഷേ എന്നാലും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അന്നേരം എല്ലാത്തിൻ്റെ ടേസ്റ്റും കൂടിയിട്ട് ഒന്ന് ഒന്നിച്ച് വരും. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം, വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടോ, വറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം, ചെക്ക് ചെയ്യണം. അല്ലാണ്ട് അടച്ച് വെച്ചിട്ട് പോകരുത് കേട്ടോ. ഇപ്പോൾ നോക്കിയേ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ മീനിൻ്റെ ടേസ്റ്റൊക്കെ ആ ഗ്രേവിയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കത് സ്മെല്ലിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും വറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നോക്കിയാൽ നന്നായിട്ട് എണ്ണയൊക്കെ മേലെ ഇങ്ങനെ തെളിഞ്ഞ് വരും. ആവശ്യത്തിന് വെള്ളമൊക്കെ വറ്റി എല്ലാ ടേസ്റ്റും കൂടി അങ്ങ് ബ്ലെൻഡായി നല്ല പരുവത്തിൽ വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവൊക്കെ ഉണ്ടോ ആവശ്യത്തിന്. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പോയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തി റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സ്മെല്ലിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ചപ്പാത്തിയുടെ കൂടെയും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് നല്ല ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക വന്നിട്ട് താഴെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കണിലും ഓൺ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.